കേരളത്തിൽ ഇരുചക്ര വാഹന ലൈസൻസ് എടുക്കാൻ വ്യാപകമായി ഉപയോഗിച്ചിരുന്ന MIT മോട്ടോർ സൈക്കിളുകൾ ഓഗസ്റ്റ് 1 മുതൽ ഇനി ഉണ്ടാവില്ല. ഈ പരിഷ്കാരം ഇക്കഴിഞ്ഞ മെയ് 1 മുതലാണ് നടപ്പാക്കാനിരുന്നത്. എന്നാൽ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ എതിർപ്പിനെ തുടർന്നാണ് പരിഷ്കാരം നടപ്പാക്കുന്നത് ഓഗസ്റ്റിലേക്ക് നീട്ടിവെക്കേണ്ടി വന്നത്. മറ്റു സംസ്ഥാനങ്ങൾ ഇത് നേരത്തെ നിർത്തിയിരുന്നു. പുതിയ നിയമപ്രകാരം മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയർ വിഭാഗത്തിലെ ലൈസൻസ് ലഭിക്കുന്നതിനായി കാൽപാദം ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കാവുന്ന ഗിയർ സംവിധാനമുള്ള ഇരുചക്ര വാഹനം തന്നെ വേണം. കൂടാതെ വാഹനത്തിന്റെ എഞ്ചിൻ കപ്പാസിറ്റി 95 cc-യിൽ കുറയാനും പാടില്ല. ഇരുചക്ര വാഹന ലൈസൻസ് എടുക്കാൻ എത്തുന്നവർ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഡ്രൈവിംഗ് ടെസ്റ്റിന് ഉപയോഗിച്ചിരുന്ന വാഹനമാണ് MIT. ഡ്രൈവിംഗ് പഠിക്കുന്നവർക്ക് വളരെ എളുപ്പമായതിനാൽ ഇരുചക്ര വാഹന ലൈസൻസ് ടെസ്റ്റിനെത്തുന്നവരും ഡ്രൈവിംഗ് സ്കൂളുകളും MIT മോട്ടോർ സൈക്കിളുകൾ വ്യാപകമായി ഉപയോഗിച്ചു പോന്നു. ഭാരവും ഉയരവും കുറവായ ഈ വാഹനം കമ്പികൾക്കിടയിലൂടെ പെട്ടെന്ന് വളയ്ക്കാൻ കഴിയും. അങ്ങനെ എളുപ്പത്തിൽ എട്ടെടുക്കാൻ കഴിയുന്നതും ഇടതുകൈയിൽ മാറാൻ കഴിയുന്ന ഗിയറും MIT-യെ ഡ്രൈവിംഗ് സ്കൂളുകളുടെ പ്രിയ വാഹനമാക്കി മാറ്റി. വെസ്പ, ലാംബ്രഡ തുടങ്ങി വിസ്തൃതിയിലായ ഇരുചക്രവാഹന പട്ടികയിലേക്ക് ബജാജ് MIT അതിവേഗം ഇടം പിടിക്കുകയായിരുന്നു. മറ്റിരുചക്ര വാഹനങ്ങളെ അപേക്ഷിച്ച് MIT-ക്ക് കുറഞ്ഞ ഇന്ധനം മാത്രം മതിയാകും എന്നതും ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾക്കിടയിൽ ഈ വാഹനത്തെ കൂടുതൽ സ്വീകാര്യമാക്കി. ഉപയോഗിക്കാൻ വളരെ എളുപ്പമുള്ള വാഹനമാണ് MIT എന്ന് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും പറയുന്നു. ഇവയ്ക്ക് ഭാരവും കുറവാണ്. അതുകൊണ്ട് തന്നെ ഡ്രൈവിംഗ് പഠിക്കാനെത്തുന്നവർക്കിടയിൽ വാഹനത്തിന്റെ സ്വീകാര്യത വർദ്ധിക്കുകയും ചെയ്തു. ബജാജിന്റെ 75 cc മാത്രം എഞ്ചിൻ കപ്പാസിറ്റിയുള്ള MIT മോട്ടോർ സൈക്കിൾ വിപണിയിലെത്തിയ 1986 മുതൽ കേരളത്തിലെ മിക്ക ഡ്രൈവിംഗ് സ്കൂളുകളിലും MIT ഉപയോഗിച്ചു വരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് കമ്പനി MIT-യുടെ ഉൽപാദനം നിർത്തി. എന്നാൽ ഇപ്പോഴും സംസ്ഥാനത്തെ ഡ്രൈവിംഗ് സ്കൂളുകൾ MIT-യെ ഒഴിവാക്കിയിട്ടില്ല. ഈ സാഹചര്യത്തിൽ ഇവയുടെ ഉപയോഗം അവസാനിപ്പിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും പറയുന്നു. ഇത്തരം വാഹനങ്ങളിൽ ടെസ്റ്റ് പാസായി ലൈസൻസ് എടുക്കുന്നവർ പിന്നീട് നിരത്തിൽ ഗുരുതരമായ സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുവെന്ന് കണ്ടാണ് നടപടി. ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ടെസ്റ്റിന് ഓട്ടോമാറ്റിക് കാറുകളും വൈദ്യുത കാറുകളും ഉപയോഗിക്കാനും ഇനി പറ്റില്ല. ഗിയറുള്ള വാഹനം തന്നെ വേണം ഡ്രൈവിംഗ് ടെസ്റ്റിന്. ഓട്ടോമാറ്റിക് വാഹനങ്ങൾ ഉപയോഗിച്ച് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നവർ പിന്നീട് മാനുവൽ ഓടിക്കാൻ ശ്രമിക്കുന്നത് അപകടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഈ നടപടി. ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ വിഭാഗത്തിൽ ഡ്രൈവിംഗ് ടെസ്റ്റിനായി ഉപയോഗിക്കുന്ന വാഹനങ്ങൾക്ക് 15 വർഷത്തിൽ അധികം പഴക്കം പാടില്ല എന്നും പുതിയ നിയമത്തിൽ ഉണ്ട്. നിലവിൽ ഡ്രൈവിംഗ് സ്കൂൾ ലൈസൻസിൽ ചേർത്തിട്ടുള്ള 15 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള വാഹനങ്ങൾ മെയ് 1 മുൻപായി നീക്കം ചെയ്യണം. പകരം 15 വർഷത്തിൽ താഴെ പഴക്കമുള്ള വാഹനങ്ങൾ ലൈസൻസിൽ ചേർക്കണം. ഇതോടെ 2009 ശേഷം രജിസ്റ്റർ ചെയ്ത വാഹനങ്ങൾ മാത്രമായിരിക്കും ഡ്രൈവിംഗ് ടെസ്റ്റിന് ഉപയോഗിക്കാൻ സാധിക്കുക.